ഹരേ കൃഷ്ണ. നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത്. കലിയുഗം ദോഷം നിറഞ്ഞ കാലമാണ്. എങ്കിലും കലിയുഗത്തിന് ഒരു വലിയ ഗുണമുണ്ട്. കൃതയുഗത്തിൽ തപസ് കൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ പൂജകൾ കൊണ്ടും ലഭിക്കുന്ന ഫലം കലിയുഗത്തിൽ ഭഗവത് കീർത്തനത്തിലൂടെ സാധിക്കും. മോക്ഷമിച്ഛിക്കുന്ന മനുഷ്യന് ഭഗവാന്റെ നാമസങ്കീർത്തനത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മമില്ല. ഭക്തിയോടെയുള്ള നാമജപം കാമ്യകർമ്മങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കും. അല്ലാത്ത പക്ഷം മനസ്സ് രജസ് തമസാദി ഗുണങ്ങളാൽ മലിനമാകും. ഭഗവാന്റെ ശ്രേഷ്ഠങ്ങളായ വീര്യാദി ഗുണങ്ങളെ പിന്നെയും പിന്നെയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് ഭക്തിയാൽ എത്രയും ശുദ്ധമാകുമോ അത്രയും ശുദ്ധീകരിക്കും. ഭക്തിയോടെയുള്ള കീർത്തന ജപം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിച്ച് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് നയിക്കും. നമ്മൾ എത്ര നാമസങ്കീർത്തനങ്ങൾ നമ്മളുടെ ഗൃഹത്തിൽ ചെയ്യുന്നുവോ അത്രയും മോക്ഷസിദ്ധിയും അത്രയും ഐശ്വര്യ ഫലപ്രദായകവുമാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും വിളക്ക് ദീപം തെളിച്ച് സന്ധ്യാസമയത്ത് നമ്മൾക്ക് അറിയാവുന്ന നാമസങ്കീർത്തനങ്ങൾ നമ്മൾ ജപിക്കുക. ഒരു 10 ദിവസം ജപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഐശ്വര്യം വേറെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ഗൃഹത്തിൽ നാമസങ്കീർത്തനങ്ങൾ ജപിക്കുക. ഒരു കീർത്തനങ്ങൾ അറിയാൻ വയ്യെങ്കിലും ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിടുകയോ അല്ലെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 എന്നുള്ള ജപം നമ്മൾക്ക് അനിവാര്യമായി വന്നാൽ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ഭവനത്തിൽ വന്നു ചേരുന്നതാണ്. ഹരേ കൃഷ്ണ.